ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയിൽ വ്യക്തതയൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ അത് വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് അതിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. മൊത്തമായി ഉണ്ടായ വിഷയം പിണറായി സത്തിനെതിരെ പോരാട്ടം നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന എന്നെ സ്വീകരിക്കുകയും സഹായിക്കുകയും ആ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുകയും ചെയ്യേണ്ട UDF നേതൃത്വത്തിലെ ചില വ്യക്തികൾ അതിന് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പിണറായിസം മാറ്റി നിർത്തി മറ്റു ചില ഗൂഢശക്തികളുടെ താല്പര്യം സംരക്ഷിച്ച് അൻവറിനെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഇപ്പോഴും പോവുകയാണ്. അതിലൊരു വിട്ടുവീഴ്ചയുണ്ടായിട്ടില്ല. ഒരു കേസ് നടത്തി ജഡ്ജി വിധി പറയാൻ നിൽക്കുമ്പോൾ പ്രതിയോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ നീ കുറ്റവാളിയല്ല എന്ന് എനിക്കറിയാം, നിന്നെ വെറുതെ വിടണമെന്ന ആഗ്രഹം എനിക്കുണ്ട്, പക്ഷെ നിൻ്റെ വക്കീൽ സമ്മതിക്കുന്നില്ല, നീ ഫീസ് കൊടുക്കുന്ന നിൻ്റെ വക്കീൽ അതിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ ആരെയും കണ്ടിട്ട് ഇറങ്ങി വന്നവനല്ല. ഞാൻ ഇറങ്ങി വന്നത് എന്നെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെയും ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരെയും കണ്ടിട്ടാണ്. ആ മനുഷ്യരിൽ തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഭൂരിപക്ഷം കണ്ട് ഭയപ്പെടരുത്, നീ നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്നാണ് ഖുർആനായാലും ബൈബിളായാലും മറ്റു മതങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായാലും ഗീത അടക്കം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാനുള്ളതാണ്. അപ്പോൾ ഭൂരിപക്ഷത്തെ കണ്ടിട്ട് ഭയപ്പെട്ട് നാളത്തെ ഒരു ചെറിയ അധികാരത്തിൻ്റെ അപ്പകഷ്ണത്തിന് വേണ്ടി പിണറായിസത്തിനെതിരെ, ഈ ഗവൺമെൻറ്റിനെതിരെ ഞാൻ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ നിന്ന് ഞാൻ തൽക്കാലം പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ശത്രുവിൻ്റെ മുന്നിൽ മിത്രമെന്ന് കരുതിയവരോടൊപ്പം നിന്ന് ആ ശത്രുവിനെ നേരിടാമെന്ന് കരുതിയ എനിക്ക് ആ ശത്രുവിനോടൊപ്പമാണ് ചിലരൊക്കെ ഇപ്പുറത്തും എന്നുള്ള വസ്തുത കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പിന്നീട് മനസ്സിലാക്കിക്കൊള്ളും. അപ്പോൾ അവരാകെ ഭയപ്പെടുന്നത് ഞാനൊരു അധിക പ്രസംഗിയാണ് എന്നാണ്. ആ അധിക പ്രസംഗം ഇനിയും ഞാൻ തുടരും എന്നതാണ് അവരെ അലട്ടുന്ന പ്രശ്നം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അധിക പ്രസംഗം ഞാൻ തുടരുക തന്നെ ചെയ്യും, അതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ എന്ത് വേണ്ടിയിട്ടാണ് പിണറായിയോട് ഏറ്റുമുട്ടിയത്? ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് കാണുകയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ചെയ്തവനാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടല്ല ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ച് പോയത്. കമ്മ്യൂണിസം ഉൾക്കൊണ്ടിട്ടുമല്ല. ഞാൻ അന്നും ഇതേപോലെ ഒരു സഹകരണ മുന്നണിയുടെ ഭാഗമാണ്, നിങ്ങൾക്കറിയാലോ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശത്തിലെ പരമപ്രധാനമായ ഒരു സംഗതി സോഷ്യലിസമാണ്. അത് പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ്. ആ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന, ഈ നാട്ടിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടി സംസാരിക്കുന്ന, പാവപ്പെട്ടവന് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു പാർട്ടിയായിട്ടായിരുന്നു ഞാൻ ആ പാർട്ടിയെ കണ്ടത്. ആ നിലക്ക് തന്നെയാണ് ഞാൻ ആ പാർട്ടിയിലേക്ക് എന്നെ ആകർഷിക്കപ്പെടുന്നത്. വയലിൽ ജോലി ചെയ്ത വരമ്പത്ത് കൂലി കൊടുക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ തൊഴിലാളികളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ആ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? സെക്യുലറിസമാണ്, മതേതരത്വം. അപ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഇവിടുത്തെ വർഗീയവാദമായിരുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഈ രാജ്യമൊട്ടാകെ ആക്രമിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് കഴിഞ്ഞ 10-15 വർഷമായി രാജ്യം മാറിയിരിക്കുകയാണ്. അതിനെതിരെ അതിശക്തമായ പ്രതിരോധം തീർത്ത് നിന്നിരുന്ന പാർട്ടിയാണ് CPM.
അപ്പോൾ ആ സെക്യുലറിസവും ആ മതേതരത്വവും ആ സോഷ്യലിസവുമാണ് ആ പാർട്ടിയുമായി സഹകരിച്ചു പോകാൻ, അതിനുവേണ്ടി പോരാടാൻ, അതിനുവേണ്ടി പോരാളിയായി നിൽക്കാൻ, ആ ജനങ്ങളോടൊപ്പം ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടം തുടർന്ന വ്യക്തിയാണ് ഞാൻ. ആ ഒറ്റ ആശയത്തിലാണ് ഞാൻ അതിൽ നിന്നത്. ഈ രാജ്യത്ത് ഒരുപാട് ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ നിയമസഭയിൽ ഇവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെ ഗുജറാത്തിൽ നടന്ന ഒരു പശുഹത്യയിൽ അതിശക്തമായി ഞാൻ പ്രസംഗിച്ചതിൻ്റെ പേരിൽ BJPയുടെ ഉന്നതനായ ഒരു നേതാവ് എന്നെ വിളിച്ചു പറയുകയും കേരളത്തിൽ നിങ്ങൾ മാത്രമാണ് ഈ പ്രധാനമന്ത്രിക്കെതിരെ ഇത്ര രീതിയിലുള്ള സംസാരം നടത്തുന്നത്. സൗഹാർദ്ദപരമായിട്ടാണ് പറഞ്ഞു. അതുകൊണ്ട് ദയവായി നിങ്ങളത് അവസാനിപ്പിക്കണം. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ പറയുന്നത് വസ്തുതയല്ലേ, സത്യസന്ധമല്ലേ? ഇങ്ങനെയുണ്ടോ ഒരു അക്രമം? ഈ നിഷ്കളങ്കരായ മനുഷ്യരെ, വഴിയിൽ പോകുന്നവരെ ഈ വെട്ടിക്കൊല്ലുന്നത് ഏത് രീതിയിൽ അംഗീകരിക്കാൻ കഴിയും? നിങ്ങൾ ഇതാണ് തുടരുന്നതെങ്കിൽ ഞാൻ അതിനെ പ്രതിരോധിച്ചു കൊണ്ടേയിരിക്കും പറഞ്ഞു 2 വർഷം മുമ്പാ. അപ്പം നിങ്ങളിത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ള പലരുണ്ടല്ലോ, അവിടെ തന്നെ ആ സഭയിൽ തന്നെ പല നേതാക്കന്മാരുമുണ്ടല്ലോ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന. അവിടെ CPMൻ്റെയോ UDFൻ്റെയോ ഒരു MLA പോലും ഇങ്ങനെ സംസാരിക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര പൊള്ളൽ? അങ്ങനെ ചോദ്യം. സൗഹൃദ സംഭാഷണം അവസാനം ഞങ്ങൾ തമ്മിൽ തെറ്റി. ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ അനുഭവിക്കുന്നു. ഞാൻ അനുഭവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം 2 വർഷം മുമ്പ് നിരന്തരമായി ED എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ ഭാഗത്തുനിന്ന്. ഇന്നും ആ പോരാട്ടം തുടരുകയാണ്. അപ്പോൾ ഞാൻ ആ സെക്യുലർ നിലപാടിൻ്റെ ഭാഗമായി നിന്ന ഒരു പാർട്ടി പിന്നീട് ഞാൻ കാണുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും ഈ 2 സമുദായത്തെയും പല രീതിയിൽ ആക്രമിക്കപ്പെടുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന വെറും ജാതിമത രാഷ്ട്രീയത്തിലേക്ക് CPM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വഴിമാറി സഞ്ചരിക്കുകയാണ്. പല ഘട്ടത്തിലും ഞാനത് സൂചിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ ഒരു വിഭാഗത്തെ, മുസ്ലിം വിഭാഗത്തെ ഏകപക്ഷീയമായിട്ട് പോലീസ് വേട്ടയാടുന്ന കാഴ്ച നമ്മൾ കണ്ടു. പല ഘട്ടങ്ങളിൽ ഞാനിത് പറഞ്ഞു. ഇത് അനീതിയാണ്, ഇതിലൊരു അടിസ്ഥാനവുമില്ല. സുജിത് ദാസ് എന്ന് പറയുന്ന ജില്ലാ പോലീസ് സൂപ്രണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ RSSകാരൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തെ ആ കസേരയിൽ ഇരുത്തിക്കൊണ്ട് ഈ അനീതി നടപ്പിലാക്കരുത്. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, 60 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ജില്ലയാണ്. അതിൽ 75% മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതിലെ നിരവധിയായ ചെറുപ്പക്കാരെ അടിസ്ഥാനമില്ലാത്ത ഒട്ടനവധി കേസുകളിൽ കുടുക്കി FIRൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രക്കാരായ നിങ്ങൾക്കും അത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഒരു വർഷത്തിൽ 10,000 12,000 FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട മലപ്പുറം ജില്ല അത് 30,000 40,000 45,000 ഉയർത്തിയത് ഈ സുജിത് ദാസാണ്. അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് പാസ്പോർട്ട് എടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. പാസ്പോർട്ട് എടുത്ത് വിദേശത്ത് പോയി 1 മാസത്തെ ലീവിന് വന്ന് പാസ്പോർട്ട് പുതുക്കി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളുകൾക്കും പാസ്പോർട്ട് പുതുക്കി പോകാൻ കഴിയുന്നില്ല. പല കുടുംബങ്ങളും കടം വാങ്ങി വിദേശത്തേക്ക് പോയവരാണ്. ആ കടം പോലും വീട്ടാൻ കഴിയാതെ അവരൊക്കെ ജപ്തിയിലായി, പലരുടെയും വീടുകൾ പോയി. നിരവധി തവണ ഞാൻ പറഞ്ഞു ഇടപെടണം, പക്ഷെ ഒരു ഇടപെടലുണ്ടായില്ല എന്ന് മാത്രമല്ല, അത് പ്രോത്സാഹിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിനെ ഞാൻ ചോദ്യം ചെയ്തു. നിങ്ങൾക്കറിയോ, കേരളത്തിൽ 2019 പ്രളയത്തിന് ശേഷം കേരളത്തിലെ 44 പുഴകളിലും മണലും മണ്ണും വന്ന് അടിഞ്ഞു കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ചാലിയാർ പുഴ വെള്ളത്തിലാണ്. ഏത് സമയം 4 മഴ പെയ്താൽ വെള്ളപ്പൊക്കമാണ്. പുഴയുടെ താഴ്ചയുടെ നിലവാരത്തിൽ നിന്ന് 2 മീറ്ററും 3 മീറ്ററും ഈ മണൽ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്തു. ഗവൺമെൻറ് തീരുമാനമെടുത്തു ഈ മണലുകൾ മുഴുവൻ വാരി ഒഴിവാക്കാൻ. അത് വിൽപ്പന നടത്താനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് കൊടുത്തു. നിങ്ങൾക്കറിയോ, ഇത് ഈ മേഖലയിൽ ഒറ്റ ചാലിയാർ പുഴ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ 1000കണക്കിന് ചെറുപ്പക്കാർ ജീവിച്ചിരുന്ന മേഖലയാണ്. ഈ മണൽ വാരി ജീവിച്ചിരുന്നവരാണ്. ആ തീരുമാനമെടുത്തു എന്നല്ലാതെ
ഒരു തരി മണൽ ഈ പുഴയിൽ നിന്ന് വാരാനുള്ള സംവിധാനത്തിലേക്ക് പിന്നീട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻറ്റോ പോയില്ല. റവന്യൂ മന്ത്രിയുമായിട്ടും ഗവൺമെൻറ്റുമായിട്ടും നിരന്തരം പാർട്ടി ലീഡർഷിപ്പുമായും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇതുമായി ജീവിച്ചൊരു പട്ടിണിയിലാണ്. 4, 5, 10 തൊഴിലാളികൾ കൂടിയിട്ട് ഒരു പിക്കപ്പ്, ഒരു ടിപ്പർ, ചെറിയ ടിപ്പർ വാങ്ങും. 50,000 1 ലക്ഷമോ ഉണ്ടായി ഒരു 4, 5 ലക്ഷം രൂപ മുടക്ക് വരുന്ന വണ്ടിക്ക് 1 ലക്ഷം മുടക്കി 10 പാവപ്പെട്ട ചെറുപ്പക്കാർ 4 ലക്ഷമോ 5 ലക്ഷമോ ലോൺ എടുത്ത് ഈ വണ്ടി വാങ്ങി. അവർക്ക് അവരെ തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അവരുടെ പലരുടെയും, എൻ്റെ വീടിൻ്റെ ചുറ്റും അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം എത്ര ആൾക്കാരുടെ വീട് പോയിട്ടുണ്ടെന്ന്. എന്താ വാരാത്തത്? ഇവിടുത്തെ ക്രഷർ മുതലാളിമാർ, വൻകിട ക്രഷർ മുതലാളിമാരുടെ എംസാൻഡ് ഇവിടെ വിറ്റുപോകണം. അവരുമായിട്ടുള്ള ധാരണയാണ്, നെക്സസാണ്. ആ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഈ പ്രദേശത്തെ പാവപ്പെട്ടവരുടെ വയറ്റത്തടിച്ചപ്പോൾ ഞാനത് സംസാരിച്ചിട്ടുണ്ട്, നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പാവപ്പെട്ടവർക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ അധിക പ്രസംഗി. ആ പ്രസംഗം എനിക്ക് തുടരാതിരിക്കാൻ പറ്റുമോ? ഓരോ മേഖലയെടുത്ത് നിങ്ങൾ പരിശോധിക്ക്. ഈ വനമേഖല എന്താ സ്ഥിതി? ഇപ്പോൾ കാളികാവിൽ കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരിക്കുകയാണ്. കടുവയെ കൊടുക്കാൻ വെച്ച കൂട്ടിൽ വേറെ ഏതൊരു പുലി വന്ന് കയറിയിരിക്കുന്നു. ഇന്ന് റിപ്പോർട്ട് ചെയ്തല്ലോ നിങ്ങൾ. ഇന്ന് പാലക്കാട് ജില്ലയിൽ ആന ചവിട്ടി കൊന്നിരിക്കുന്നു. നിരന്തരമായി ഈ ഗവൺമെൻറ്റിനോട് ഞാൻ പറഞ്ഞ വിഷയമാണ്. ഈ മലയോര കുടിയേറ്റ മേഖലയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. 10 സെൻറ്റിൽ ഒരു കപ്പ കൃഷി പോലും ചെയ്യാൻ വയ്യ. ഗവൺമെൻറ് ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കണം. ആ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുന്നതിന് പകരം ഗവൺമെൻറ് ചെയ്തതെന്താ? കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു പുതിയ ബില്ല് കൊണ്ടുവരിക. എന്തിനാ? ഫോറസ്റ്റിന് പുതിയ അധികാരങ്ങൾ, പോലീസിൻ്റെ അധികാരം ഫോറസ്റ്റിന് കൊടുക്കാൻ പോകുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്യുന്ന പ്രതികളെ DFOയുടെ മുന്നിൽ ഹാജരാക്കി അവരുടെ ലോക്കപ്പ് ചെയ്യാനുള്ള നിയമം 2 വർഷം മുമ്പ് കേരളയിൽ പുതിയ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്കറിയാം. അന്ന് പോലീസ് സ്റ്റേഷനേക്കാളിലും വലിയ ലോക്കപ്പ്. ഞാനന്ന് മന്ത്രിയോട് ചോദിച്ചത് എന്തിനാത്? അത് ചെറിയ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു പോലീസിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ SP-യുടെ മുമ്പിലല്ല ഹാജരാക്കേണ്ടത്, കോടതിയുടെ മുമ്പിലാണ്. അതിനെയും മറികടന്ന്, ഇന്ത്യയിൽ എവിടെയില്ല കേട്ടോ, അതിനെയും മറികടന്നിട്ട് കോടതിയുടെ അധികാരം പോലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്ന അമെൻമെൻറ്റ് ആരെങ്കിലും ഉണ്ടിയോ? കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞോ? രണ്ടാമത്തെ കാര്യം, കുടിവെള്ളം. ഈ 44 പുഴകളിലും തോടുകളിലുമാണ് ഈ നാട്ടിലെ ജനം മുഴുവൻ വെള്ളം കുടിക്കുന്നത്. അതിൻ്റെ അധികാരം എടവണ്ണ പഞ്ചായത്തിൻ്റെ പരിധിയിലൂടെ കടന്നു പോകുന്ന ചാലിയാർ പുഴയുടെ അധികാരം ആ പഞ്ചായത്ത് പരിധിയിൽ പഞ്ചായത്തിനാണ്. അവർക്ക് അവിടെ കുടിവെള്ള പദ്ധതി ഉണ്ടാക്കാം, എന്തും സ്ഥാപിക്കാം, കർഷകർക്ക് എടുക്കാം. അങ്ങനെ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കുടിക്കുന്ന വെള്ളം ഇതുമായി ബന്ധപ്പെട്ടതാണ്. അത് പൊതു സ്വത്താണ്. ആ പൊതു സ്വത്ത് ഇവർക്ക് കൈമാറുകയാണ്. എന്താ വാദം അമെൻമെൻറ്റിൽ? ഈ പുഴകൾ ആരംഭിക്കുന്നത് ഈ പറയുന്ന ഫോറസ്റ്റിലാണ്. ഉത്ഭവം ഫോറസ്റ്റിലായതുകൊണ്ട് അത് അറബിക്കടലിൽ എത്തുന്നവരെയുള്ള വെള്ളത്തിൻ്റെ അവകാശം ഞങ്ങൾക്കാണ്. ലോകത്തെവിടെയും കേൾക്കൂല. ആ നിയമത്തിനെതിരെ പോരാട്ടം നടത്തി അതിൻ്റെ സമരത്തിൻ്റെ ഭാഗമായി ജനങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ട് തൃണമൂൽ കോൺഗ്രസ് ഈ വയനാട്ടിലൊരു ജാഥ നടത്തി. ആ ജാഥയുടെ സമാപനം നിലമ്പൂരായിരുന്നു. ആ സമാപനത്തിന് വരുമ്പോഴാണ് മണി എന്ന് പറയുന്ന കരുളായിലെ പാവപ്പെട്ട ST വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരനെ ആന ചവിട്ടിക്കൊള്ളുന്നത്. സ്വാഭാവികമായി ഞങ്ങളൊരു സമരത്തിന് ഫോറസ്റ്റ് ഓഫീസിലേക്കല്ലാതെ വേറെ അങ്ങോട്ടാ പോവുക? അവിടെ പ്രതിഷേധിച്ച ഞങ്ങളെ ഒരു സ്റ്റൂളും 2 ലൈറ്റും 350 റുപ്യൻ്റെ കേടുവരുത്തി എന്ന് പറഞ്ഞ് എന്നെ ജയിലിലടച്ചു. നിങ്ങൾ കണ്ടതാ, രാത്രി 12 മണിക്ക് ഇവിടുന്ന് എന്നെ പിടിച്ചുകൊണ്ടുവന്ന്. ഒരാൾ മിണ്ടിയോ? ഇപ്പം അവിടെ നടക്കുന്ന സ്ഥാനാർത്ഥികളുണ്ടല്ലോ, ഞാൻ അതിലേക്ക് വരാം, ഞാൻ അതിപ്പോൾ പറയുന്നില്ല. ഒരാൾ മിണ്ടിയോ? ഈ വിഷയങ്ങൾ മുഴുവൻ ഇവിടെ അതിനെതിരെ സംസാരിക്കുമ്പം അൻവർ ഔട്ട്സ്പോക്കണാണ് അല്ലേ? എങ്ങനെയാണ് ഈ സുജിത് ദാസ് മാറിയതിന് ശേഷമുണ്ടായിരുന്ന ശശിധരനുമായി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഞാൻ തെറ്റുന്നത്? ഇവിടെ 4 സെൻറ്റ് ഭൂമിയിൽ ലൈഫ് പദ്ധതിയിൽ വീട് വെക്കുന്ന പാവപ്പെട്ടവന് 2 ബക്കറ്റ് മണ്ണ് ആ തറയിലിടാൻ ഇവർ സമ്മതിക്കില്ല.
ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ലൈഫ് പദ്ധതി തടസ്സപ്പെട്ടു. എന്താ? മണ്ണിട്ടല്ലേ ബാക്കി ജോലി ചെയ്യാൻ പറ്റൂ. അതിലേക്ക് മണ്ണടിക്കുന്ന വാഹനങ്ങൾ മാത്രം തെരഞ്ഞു പിടിക്കുക പോലീസ്. സാധാരണ SIന്റെയും CIന്റെയും കാര്യമല്ല പറയുന്നത് കേട്ടോ. SP-യുടെ ഓർഡറാണ്. പോലീസുകാർക്കൊരു നിവൃത്തിയില്ല. ഇത് ഞാൻ ചോദ്യം ചെയ്തു. ഈ പറയുന്ന ശശിധരൻ SP-യുമായി ഞാൻ വാക്കേറ്റമുണ്ടായി. ഇപ്പോൾ LDFിൻ്റെ കയ്യിലാണല്ലോ അമരമ്പലം പഞ്ചായത്ത്. ഞാനന്ന് അവരെ കൂടെയാണല്ലോ. ആ പ്രസിഡൻറ്റും കുഞ്ഞിപ്പും വൈസ് പ്രസിഡൻറ്റും പ്രതിപക്ഷ അംഗങ്ങളും അടക്കമുള്ള മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങൾ ഞാൻ പോയി, നിങ്ങൾ SP-നെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞ മറുപടി? സമ്മതിക്കൂല. ആ പാവപ്പെട്ടവനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ നിലമ്പൂർ കൂടെ പോകുമ്പോൾ നോക്കൂ, എല്ലാ കൊമേഴ്സ്യൽ സ്ഥലങ്ങളും പാടങ്ങളും മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. ഈ 4 സെൻറ്റുകാരന് ഗതി കെട്ടിട്ട് നാട്ടുകാരുടെ സഹായത്തോട് കൂടിയിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഈ 4 ലക്ഷം വെച്ച് ജനങ്ങൾ കൂടി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന വീടുക്ക് 2 ബക്കറ്റ് മണ്ണിടാൻ ഇവർ സമ്മതിക്കൂല. ആ മണ്ണിടണമെങ്കിൽ പെർമിറ്റ് എടുത്ത് മണ്ണടിക്കുന്ന ഇവിടുത്തെ മാഫിയകളോട് മണ്ണടിക്കാൻ പറയണം. ഒരു തറ ഫില്ല് ചെയ്യണമെങ്കിൽ 25,000 കൊടുക്കണം അവൻ്റെ അടുത്ത് നിന്ന് മണ്ണെടുക്കണമെങ്കിൽ. ആ തൊട്ട അയൽവാസി ഇതാ ഇവിടുന്ന് ബക്കറ്റിൽ 2 മണ്ണെടുത്തോ എന്ന് പറഞ്ഞാൽ പറ്റൂല. ഇതാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഞാനത് നിർത്തണോ? അപ്പം ഞാൻ ഇനിയും സംസാരിക്കും. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഞാൻ UDFിൻ്റെ അകത്ത് വന്നാലും അൻവർ ഇത് തന്നെയാണ്. ഇവർക്ക് പല ഏർപ്പാടും ഉണ്ടാകും. ചില ആളുകൾക്ക് അവർക്ക് ഞാൻ നാളെ തടസ്സമാകും. അപ്പം എന്താ? എന്നെ ഫിനിഷ് ചെയ്യണം. അപ്പം ഞാൻ രംഗത്തുണ്ടാകാൻ പാടില്ല. ഇപ്പം എന്താ അവർ പറയുന്നത്? ഞാൻ ഷൗക്കത്തിനെ അംഗീകരിച്ചില്ല, സ്ഥാനാർത്ഥിനെ അംഗീകരിച്ചില്ല. ഞാൻ എന്താ പറഞ്ഞത്? തലേ ദിവസം UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അടിവരട്ടു, ഏത് ചെകുത്താനായാലും നമ്മളെ പ്രയോഗമാണ്. ചെകുത്താൻ എന്ന് അത്തരം ഘട്ടത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ആരായാലും നിർബാധം എന്നർത്ഥം വരുന്ന വാക്കാണ്. ഞാൻ പറഞ്ഞതല്ലേ, 5 മാസമല്ലേ എന്നെ ഈ വാലിൽ കെട്ടി നടക്കുന്നത്. ഞാൻ എന്നെ UDFിൽ കൂട്ടണമെന്ന് പറഞ്ഞു പോയതല്ല. UDFിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞതാ. അതിന് മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇനി പോരാടേണ്ടത്. ഈ നാട്ടിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് പോരാടി മരിക്കേണ്ട വ്യക്തിയല്ല എന്ന് പറഞ്ഞ് UDFുമായി സഹകരിച്ച് പോകണമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. അദ്ദേഹം മാത്രമാണ്. ഇന്നും അദ്ദേഹം ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അറിയോ നിങ്ങൾക്ക്? അങ്ങനെ പോയതാ ഞാൻ. ആ പോയ എന്നെ ആ UDFുമായി യോജിപ്പിക്കാൻ പഠിച്ച പണി 18 അദ്ദേഹം നോക്കിയിട്ടും പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ നോക്കിയിട്ടും സംഗതി നടക്കുന്നില്ല. നടക്കാത്തതിന് വേറെ കാരണങ്ങളുണ്ട്. അതെനിക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ ജനങ്ങളോട്. അത് നമ്മൾ പിന്നീട് ആലോചിച്ച് പറയും. അപ്പോൾ ഞാനിന്ന് അദ്ദേഹത്തോട് ഇന്നും പറഞ്ഞു, ദയവായി നിങ്ങൾ ഇനി എനിക്ക് വേണ്ടി ദയവായി നിങ്ങൾ ആരും കാല് പിടിക്കരുത്. കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. UDFിൽ ഞാൻ വരണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, UDFിൻ്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, ഇവിടുത്തെ സാമുദായിക കക്ഷികൾ ഈ പിണറായിസം അവസാനിപ്പിക്കാൻ അൻവറിനെ കൂടെ നിർത്തണം, ആത്മാർത്ഥമായി സത്യസന്ധമായി എന്ന് പറയണം. അതിൻ്റെ പേരിലാണ് നമ്മൾ നിന്നത്. ഇപ്പോഴും ഒരു തലയും പാലും ഇല്ല. കഴിഞ്ഞ 2-ാം തീയതി എടുത്ത തീരുമാനം എന്നെ കൂടെ കൂട്ടി സഹകരണ മുന്നണിയാക്കാൻ സമ്മതിച്ചതാ. ഒരു ഡിമാൻഡും എനിക്കുണ്ടായിരുന്നില്ല. ഒരു അലയൻസ്, ഒരു ധാരണം, സഹകരിച്ച് പോകാം. അത് പ്രഖ്യാപിക്കാൻ ഇത്രയും ദിവസങ്ങൾ നീണ്ടുപോയല്ലേ. 15-ാം തീയതി എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചെന്താ അറിയോ? തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പ് പോകും എന്ന് നമുക്ക് തോന്നിയല്ലോ. അപ്പോൾ ഈ വാലുമ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കാം. മനസ്സിലായില്ലേ? ഫോൺ വിളിച്ച ഫോൺ എടുക്കില്ല. അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാരെ വിളിച്ചാൽ അദ്ദേഹം എടുത്തിട്ട് പറയും, സാർ തിരിച്ചു വിളിക്കൂട്ടോ. അദ്ദേഹത്തെയാണ് UDF ഉത്തരവാദിത്തപ്പെടുത്തിയത്. അത് കഴിഞ്ഞു. അപ്പോഴൊക്കെ സ്ഥാനാർത്ഥി ആരാ? എന്നോട് പറഞ്ഞത് ഈ 14-ാം തീയതി 15-ാം തീയതി വരെ മലയോര കർഷകരുടെ, കുടിയേറ്റ കർഷകരുടെ പ്രതിനിധി ഉണ്ടാകും. അത് നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. ഷൗക്കത്തിനെ നമുക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. 2026 വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിനെ നിലമ്പൂരിൽ നിർത്താൻ കുഴപ്പമില്ല. പക്ഷേ ഇപ്പം ഈ വന്യജീവി വിഷയം കത്തിക്കാളി നിൽക്കുകയാണ്.
അതുകൊണ്ട് ജോയി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാ പറയുന്നത് അറിയുമ്പോൾ ഈ പറയുന്ന 15-ാം തീയതി, ഈ മാസം 15-ാം തീയതി. ഓക്കെ, ഞാൻ ഷൗക്കത്തിനെ പറ്റില്ല എന്ന് പറഞ്ഞതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ അത് വിസ്തരിക്കുന്നില്ല. ആരെ നിർത്തിയാലും ഷൗക്കത്ത് അടക്കമുള്ളവരെ ഞങ്ങൾ പിന്തുണക്കും. ഒരു തർക്കമോ കാര്യത്തിന് വേണ്ട. കാരണം അത് പിന്നെ UDF സ്ഥാനാർത്ഥിയാണ്. ഞാൻ UDF ഭാഗമാകുമ്പോൾ. പക്ഷേ ഞാനും കൂടി UDF ഭാഗമായി നിന്നാൽ ഈ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം PV അൻവറും UDF ഒരുമിച്ച് നിന്നിട്ടും നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി വിജയിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥകളൊന്നും ആലോചിക്കും. പിന്നെ പിണറായിസുണ്ടോ? പിന്നെ ഇവിടെ ആൻറ്റി ഇൻകമ്പൻസി ഭരണവിരുദ്ധത ഉണ്ടോ? കേരളത്തിൽ വരാൻ പോകുന്ന 140 മണ്ഡലങ്ങളെയും ഇത് ബാധിക്കൂലേ? ഞാൻ എന്തിനു വേണ്ടിയാണ് രാജിവെച്ചത്? 3-ാം വട്ടവും പിണറായി വരുന്നു എന്ന നരേഷൻ ഇവിടെ കൃത്രിമമായി സൃഷ്ടിച്ച് ഇവിടെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ല വസ്തുത. ജനങ്ങൾ ആ ഗവൺമെൻറ്റിനെതിരാണ് എന്ന് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താനല്ലേ ഞാൻ രാജിവെക്കുന്നതിൻ്റെ ഒരു കാരണം. എന്താ എനിക്ക് അപ്പം പറഞ്ഞൂടെ? പിണറായിക്കെതിരെ നിലമ്പൂരിൽ ജനങ്ങളെ ഒപ്പം നിർത്തി UDF സഹായത്തോടു കൂടി ഞാൻ അവിടെ മത്സരിച്ച് ജയിക്കുമെന്ന് പറഞ്ഞാൽ വല്ല ആരെങ്കിലും പറ്റില്ല എന്ന് പറയോ? എന്നെ ഈ കുറ്റവാളിയാക്കുന്ന കേരളത്തിലെ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർ തടയോ? എനിക്ക് മത്സരിച്ചൂടെ? ഇപ്പം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലേ? ഇപ്പം ഈ അൻവറിനെ തെറി പറയുന്ന ആളുകൾ മുഴുവൻ ഈ പ്രചരണ രംഗത്തുണ്ടാവില്ലേ? ഞാൻ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞ മലയോരത്ത് പ്രശ്നമുണ്ട്. ഒരു കുടിയേറ്റ കർഷകൻ ഇവിടെ സ്ഥാനാർത്ഥിയാവണം. അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇപ്പം എല്ലാവരും സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നുണ്ടല്ലോ. ഒരു മലയോര കുടിയേറ്റ കർഷകനെ ആരെങ്കിലും പരിഗണിച്ചോ? ആരെങ്കിലും? ഇപ്പം LDF സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, സ്വരാജ്. എൻ്റെ അടുത്ത സുഹൃത്താണ്, എനിക്കിഷ്ടമാണ് വ്യക്തിപരമായിട്ട്. പക്ഷേ ഈ പിണറായിസത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവാണ് ആര്? ഈ സ്വരാജ് അല്ലേ? പിണറായിസത്തെ താലോലിക്കുന്നതിൽ മുൻപന്തിയിലല്ലേ സ്വരാജ്? ഈ വന്യമൃഗ പ്രശ്നങ്ങൾ മുഴുവൻ, ഞാൻ നിലമ്പൂർക്കാരനാന്ന് പറയുന്നുണ്ടല്ലോ, ഈ വന്യമൃഗ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് നിലമ്പൂരിലേക്ക് കടന്നു വന്ന് ഈ ഗവൺമെൻറ്റിനടുത്ത് പോരായ്മയുണ്ടെന്ന് സൂചിപ്പിക്കാനെങ്കിലും ഈ പറയുന്ന സ്വരാജ് തയ്യാറായിട്ടുണ്ടോ? നിലമ്പൂരിലെ ജനങ്ങളൊന്ന് പറയട്ടെ. ഉണ്ടായിട്ടില്ലല്ലോ. ഈ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഈ കോലത്തിൽ ഒരു ജനവിഭാഗത്തെ ഇങ്ങനെ വക്രീകരിച്ച് ക്രിമിനലുകളാക്കുമോ? ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന സ്വരാജ് ഒരു വട്ടം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസിൻ്റെ ഈ നടപടി ശരിയല്ല എന്ന് പറഞ്ഞോ? സ്വരാജ് സംസാരിക്കും പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി. മുടക്കൊന്നുമില്ലല്ലോ. പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി, ലോകത്ത് ഉണ്ട് എന്ന് പറയുന്ന ഇസ്ലാമോഫോബിയക്ക് എതിരെ അല്ല. ഇന്ത്യയിൽ നടക്കുന്ന, മലപ്പുറത്ത് നടക്കുന്ന, മൂക്കിൻ്റെ ചുവട്ടിൽ നടക്കുന്ന നിലമ്പൂരിലെ വിഷയത്തിൽ പോലും മൂപ്പര് പ്രതികരിക്കില്ല. അപ്പം ഈ പറയുന്ന 921 നടന്ന കാര്യങ്ങളൊക്കെ പ്രസംഗിക്കും. അതിപ്പം CPM ചെയ്തുകൊണ്ടിരിക്കരുത്. CPM എന്താ പറയുക? EMSൻ്റെയും AKGയുടെയും കൃഷ്ണപിള്ളയുടെയും ഒക്കെ വലിയ സേവനങ്ങൾ, ഇവിടുത്തെ ഭൂപരിഷ്കരണ നിയമങ്ങൾ അവരൊക്കെ പറയും. മുടക്കില്ലല്ലോ. ഇപ്പം ഇവിടുത്തെ ആശാ തൊഴിലാളികൾക്ക് 100 രൂപ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? CPM, ഈ ഗവൺമെൻറ് തയ്യാറുണ്ടോ? അപ്പം പഴയത് പറയാ. ആ പാവങ്ങൾ ഇപ്പോഴും തെണ്ടുക. എവിടെ എത്തി എനിക്കറിയില്ല. ജാഥ പോയിക്കൊണ്ടിരിക്കുക, പട്ടണി ജാഥ. അതിനെക്കുറിച്ച് പറയില്ല. അപ്പോൾ അന്നത്തെ കാര്യം പറയും. മനസ്സിലായില്ലേ? നിലമ്പൂരിൽ നടക്കുന്ന കാര്യം പറയില്ല. ഒരു പ്രളയമുണ്ടായല്ലോ നിലമ്പൂരിലല്ലേ? തലകുത്തി മറിഞ്ഞല്ലോ. നിങ്ങൾ കണ്ടതാണല്ലോ. സ്വരാജ് ഞങ്ങൾ ആരെയും കണ്ടിരുന്നോ? നിലമ്പൂർക്കാരന് പോത്തല്ലിൽ മുപ്പര പഞ്ചായത്തിലാണ്, അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിലാണ്. ഒരു ഫോട്ടോയിൽ കാണിച്ചു തരാൻ പറ്റും? ഒറ്റ ഫോട്ടോയിൽ, ഒരു വീഡിയോയിൽ. എങ്ങനെയാ ദുരന്തത്തെ PV അൻവറും ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും നേരിട്ടത്? ഒരാൾക്ക് പ്രശ്നമുണ്ട്, ഒരാൾക്ക്. 10,000 ചില്ലാനും വീട്ടിൽ വെള്ളം കയറി. 500ഓളം വീടുകൾ തകർന്നു. 1000ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. 6 മാസം കൊണ്ട് പ്രശ്നം തീർത്തോ? 6 മാസം കൊണ്ട്. അന്നും കൊടുത്തത് വീട് പോയതിന് 4 ലക്ഷം, ഭൂമിയും വീടും പോയതിന് 10 ലക്ഷമാണ്. ആ പൈസയെ നിങ്ങൾ അവിടെ നിന്ന് ചെല്ലു വഴിക്കടവിൽ ആൾക്കാരെ പോക്കറ്റിലിട്ട് കൊടുത്തു PV അൻവർ. മനസ്സിലായോ?
4 ലക്ഷത്തിന് ഞാൻ നാട്ടുകാരെ കണ്ട് പലരും എനിക്ക് സ്പോൺസർ ചെയ്ത് ഭൂമി 4 ലക്ഷം ഫ്രീ. വീടുണ്ടാക്കാൻ ഈ നാട്ടിൽ ഒരുപാട് സാമൂഹ്യ സംഘടനകൾ കടന്നു വന്നു. അവർ വീടുണ്ടാക്കി കൊടുത്തു, സുന്ദരമായ വീടുകൾ. ആ 10 ലക്ഷം ആ സാധുക്കളുടെ പോക്കറ്റിലായി. അവരുടെ ജീവിത നിലവാരം അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റി. 1 ഏക്കറും 2 ഏക്കറും നല്ല 2 നില കെട്ടിടങ്ങളും പോയ പാവപ്പെട്ടവനെ കോഴിക്കൂട്ടിലേക്ക് തള്ളിയിട്ടില്ല PV അൻവർ. മനസ്സിലായോ? മറുപടി പറയണം. ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി 37 വീടുണ്ടാക്കി തന്നു. അറിയാം നമുക്ക്? ഒരൊറ്റ ആൾ. AP വിഭാഗം 22 വീട്ടുണ്ടാക്കി കൊടുത്ത് ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി കാര്യങ്ങൾ. ജമാഅത്ത് ഇസ്ലാമിയുടെ കെയർ ഓഫിൽ 10-22 വീടുകൾ. എന്തിനേറെ പറയുന്നു, ഈ പറയുന്ന നമ്മുടെ ചുങ്കത്തറയിലെ മാർത്തോമ സ്കൂളിൽ 23 വീട് മാർത്തോമ സമൂഹം. ആ സ്കൂളിൽ പഠിച്ച 23 കുട്ടികൾക്ക് ഡാമേജ് ഉണ്ടായിരുന്നു. വീടിന് ഉണ്ടാക്കി കൊടുത്തു. അറിയാം ഞങ്ങൾ? ഒരു സമുദായം, ഒരു സ്കൂള്. ഒരാൾക്കും ഒരു പ്രശ്നമില്ല. മുഴുവൻ പൂർത്തീകരിക്കപ്പെടാത്ത ഒറ്റ കാര്യം ഉണ്ടെന്നറിയങ്ങൾ? ST കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന പാവപ്പെട്ട ST വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാർക്ക് ഭൂമി കൊടുക്കാൻ ഈ പറയുന്ന മുണ്ടേരി ഫാമിൽ അങ്ങാടിക്കടുത്ത് ഭൂമി കൊടുത്ത് അവരെ മാറ്റിപ്പാർപ്പിക്കാനെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. ആ തീരുമാനം 2021-2026 ഗവൺമെൻറ്റിൽ തഴയപ്പെട്ടതിൻ്റെ കാര്യം ഞാൻ പറയാം. ആ സാധുക്കൾ ഇപ്പോഴും ആ വാടക കെട്ടിടത്തിൽ താമസിക്കുക. വാടക കെട്ടിടത്തല്ല, ഈ പറയുന്ന കൃഷിഭൂമിയുടെ മുണ്ടേരി കൃഷി ഫാമിൽ താമസിക്കുകയാണ്. എന്താ വയനാട്ടിൽ ഇന്നലത്തെ സ്ഥിതി? ഈ 1 കൊല്ലം കഴിഞ്ഞു, 2ാമത്തെ വർഷക്കാലം വന്നു. അവിടെ ഉണ്ടല്ലോ മന്ത്രിമാരും MLA മാരും ഒക്കെ. മരുമകനിങ്ങനെ വീശി നടന്നിരുന്നല്ലോ അവിടെ. ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുത്തോ സഹോദരന്മാരെ? ഒരാൾക്ക് 700 കോടി ഉറുപ്പിക വയനാടിന് വേണ്ടി മാത്രം കേരളത്തിലെ ജനങ്ങൾ സംഭാവന ചെയ്താ. 700 ചില്ലാനം കോടി. പ്രതിപക്ഷം അന്ന് ആകെ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആ ഫണ്ട് ഇടരുത്, വയനാടിന് വേറെ അക്കൗണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അക്കൗണ്ട് ഉണ്ടാക്കി ജനങ്ങളിലേക്ക് പൈസ കൊടുത്തു. 100 കണക്കിന് വീടുണ്ടാക്കാൻ ആളുകൾ തയ്യാറായി നിന്ന് ഇതേപോലെ തന്നെ അടുപ്പിച്ച് അങ്ങോട്ട്. ഇന്നലെ വൈത്തിരി താലൂക്ക് ഓഫീസിൽ ഈ പാവപ്പെട്ടവരെ വാടകയ്ക്ക് വേണ്ടി കരയാ. ആരെങ്കിലും ഉണ്ടോ? പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഈ മുക്കിയ 700 ചില്ലാനം കോടി എവിടെ പോയി? 400 വീടാ ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ നഷ്ടപ്പെട്ടത്. 1.25 കോടി വെച്ച് സാധുക്കുന്ന പിടിച്ചോ ചെക്ക്, നിങ്ങൾ എവിടെ പോയി ജീവിക്കുക, എവിടെ പോയി ഭൂമി വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ തീരൂലേ? അതിനല്ലേ സെപ്പറേറ്റ് പണം കൊടുത്തത്? ആ പൈസയും വിഴുങ്ങി പിണറായി അല്ലേ? നിങ്ങൾക്ക് വാടക തരുമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്ന് പറഞ്ഞു. ഭക്ഷണം കൊണ്ട് ഇവിടുന്ന് പോയ എന്താ പറയുക പ്രവർത്തകരെ ഈ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ആട്ടി ഓടിച്ചു. കണ്ടതല്ലേ നിങ്ങൾ? കണ്ടതല്ലേ? എന്താ പറഞ്ഞ? ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നു. അവിടെ ഇടപെട്ടിരുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് മലപ്പുറത്ത് നിന്ന് നീങ്ങിയ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായിരുന്നു, വൈറ്റ് ഗാർഡ്. അവർ ഈ വെള്ളക്കുപ്പായിട്ടപ്പം ഇളകി ആർക്ക്? ഈ പോലീസിനും ഈ ഗവൺമെൻറ്റിനും. അവരെ അടിച്ചോടിക്കാനാണ് ഭക്ഷണം പോലും കൊടുക്കാവുന്നത്. ഇന്നും ഷെഡ് കെട്ടി പാർക്കുകയാണ്. 1.25 കോടിക്ക് അർഹരായ ഈ 400 വീട്ടുകാർ ഷെഡ് കെട്ടി പാർത്തിട്ട് ആ ഷെഡിൻ്റെ വാടക ചോദിച്ച് ഇന്ന് സമരത്തിലാണ് സുഹൃത്തുക്കളെ. ആരെങ്കിലും മിണ്ടിയോ? അവസാനം മുസ്ലിം ലീഗ് വേറിട്ടു. ഞങ്ങൾ ഇനി ഇല്ല, 100 വീട് ഞങ്ങൾ ഉണ്ടാക്കുക. അവർ പണി തുടങ്ങി. ഇപ്പോഴും എസ്റ്റേറ്റ് വിട്ട് കിട്ടിയ കടലാസ് കയ്യിൽ കിട്ടൂല. കാരണം എസ്റ്റേറ്റിന് വില കൂട്ടി കൊടുക്കണം. 10,000 റുപ്യ 15,000 റുപ്യ സെൻറ്റിനുള്ള ഭൂമി ഇപ്പം തന്നെ 45,000 ഗവൺമെൻറ് കൊടുത്തു. ഇനി 1 ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രീം കോടതിയിൽ കേസ് പോവുക. ഇതാണ് ഞാൻ പറയുന്നത് നെക്സസ്. ധാരണയാണ്. ആദ്യം കയറുക, എന്നിട്ട് കോടതിയിൽ പോവുക. കോടതിക്ക് സ്വാഭാവികമായിട്ട് പറയില്ലേ നിങ്ങൾ ഭൂമി ഏറ്റെടുത്താൽ പോലെ മാന്യമായ പ്രൈസ് കൊടുക്കണമെന്ന്. ഞാൻ പറയും, ഇനിയും പറയും. ആ പാവപ്പെട്ട മയ്യത്തിൻ്റെ മുകളിൽ പാന്തം വലിക്കുക എന്ന് പറയും പണ്ടത്തെ ആളുകൾ. മനസ്സിലായില്ലേ? ഈ മയ്യത്ത് പുതക്കുന്ന പുതപ്പുണ്ടല്ലോ, വെള്ളത്തുണി, അതിൻ്റെ വക്ക് ഇങ്ങനെ കടിച്ച് കയറിയിട്ട് വേറെ എന്തെങ്കിലും കെട്ടാൻ പാന്തം വലിക്കും. അതിനാണ് മയ്യത്തിൻ്റെ മുകളിൽ പാന്തം കെട്ടാറുണ്ട്, മുറിക്കാന്ന് പറഞ്ഞു. ആ പണിയല്ലേ പിണറായി ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനൊരു തർക്കം നിങ്ങൾ കരുതണ്ട. അത് പറയാൻ പാടില്ല. പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒരു ഭാഗത്ത്. ഇനി എന്താ മറ്റത്?
എന്താണ് PV അൻവറിനെ മാറ്റി നിർത്തിയിട്ടും നിലമ്പൂരിൽ ജയിക്കും? അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാ. ആരാ പറയുന്നത്? ഈ UDFൻ്റെ ചെയർമാൻ. നിങ്ങൾക്ക് മാറ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. നോ, നത്തിങ്. ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ബഹുമാനപ്പെട്ട ഈ AICC സെക്രട്ടറി ഞാനൊന്ന് പറഞ്ഞു, എനിക്ക് പ്രതീക്ഷ KC-യിലാണ്, എൻ്റെ പഴയ നേതാവ് കൂടിയാണ്. 3 മണിക്കൂർ കോഴിക്കോട് ഞാൻ കാത്തിരുന്നു, ഒന്ന് കാണാനൊന്ന് പറയാൻ ഇതാണ് വസ്തുത എന്ന്. തിരിച്ചു പോരേണ്ടി വന്നില്ലേ? KC-നോട് എനിക്ക് അതിൽ ഒരു വിരോധമില്ല. അദ്ദേഹം അങ്ങേയറ്റം പരിശ്രമിച്ച എന്താ എൻ്റെ ഗ്രീവിയൻസ് ആണെന്ന് പറയട്ടെ. ക്ലാസ് ടീച്ചറോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ഹെഡ്മാസ്റ്ററോടല്ലേ നമ്മൾ പറയാം. വില്ലേജ് ഓഫീസിൽ പ്രശ്നം ഉണ്ടായാൽ തഹസിൽദാരോട് പറയില്ലേ? തഹസിൽദാരോട് പറഞ്ഞിട്ടും പരിഹരിച്ചില്ലെങ്കിൽ കളക്ടറോട് പറയില്ലേ? കളക്ടറോടും പറഞ്ഞിട്ട് പരിഹരിച്ചില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയോട് പറയില്ലേ? ആ ഒരു ചെറിയ നീതി, അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്നറിയാം നമ്മൾ പണ്ടത്തെ ആളുകൾ. അവിടുന്ന് വിട്ടില്ലേ? അവിടുന്ന് വിട്ടില്ലേ? എങ്ങോട്ടേക്കായി പോണത്? PV അൻവർ ഇല്ലാതെ UDFൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ട് എവിടെയാണ്? ആരാ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു? അദ്ദേഹം കുറച്ച് വോട്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ എൻ ബ്ലോക്കായിട്ട്. ഞാൻ മിനിയാന്ന് നിങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ പിന്നിലൊരു നിഗൂഢതയുണ്ട്. ഞാനും അദ്ദേഹം തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല, വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല. ഉണ്ടായിരുന്ന വിഷയങ്ങൾ മുഴുവൻ പബ്ലിക്കിനോട് കാര്യം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഹൃദയത്തെ തൊട്ട് പറഞ്ഞു കേട്ടോ, സോറി, അങ്ങനെ പറ്റിപ്പോയി, ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നിങ്ങളിങ്ങനെ പറയണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ്. എന്നോട് നിങ്ങൾ പൊറുക്ക്, നിങ്ങളെ വീട്ടിൽ വരണോ? ഞാൻ ചോദിച്ചാൽ വേണ്ടെന്ന് പറയാം. അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമില്ല. ആ വിഷയം എൻ്റെ ഹൃദയത്തോട്ട്, ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ല. പിന്നെ എന്താ അൻവറിന് ഇത്ര വലിയ പ്രശ്നം? അതിനൊരു പ്രശ്നമുണ്ട്, അതിനൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ് എന്ന് ജനങ്ങൾ വിലയിരുത്തും. പിന്നെ ഞാനിനി അതിലേക്കില്ല, ഞങ്ങളോട് പറയാം. ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന, അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. ഒരുപാട് ചർച്ചകൾ നടത്തി, ആരെ നിർത്തിയാലും സഹായിക്കാം, പിന്തുണക്കാമെന്ന് പറഞ്ഞു, ഷൗക്കത്തിനെ അംഗീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞു, വിശ്വാസ്യതയ്ക്ക് അടിസ്ഥാനം വിശ്വാസമാണ്. അത് പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സിനോടും ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക് ആവണം. എനിക്ക് ഒരു രേഖാപരമായിട്ട് ഒരു കടലാസ് തരണം, അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് പറയണം. UDFനെ ഘടകകക്ഷിയാക്കും, സോറി, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കി ഇപ്പം പ്രഖ്യാപിക്കണം. ഞാനൊരു ഉറച്ച സീറ്റ്, എൻ്റെ സിറ്റിംഗ് സീറ്റാണല്ലോ കൊടുത്തത്. അത് ജനങ്ങളോട് പറയാണ്. എനിക്കൊരു അധികാരവും വേണ്ടെന്ന് പറഞ്ഞിറങ്ങിപ്പോന്നവനാ. പക്ഷേ ഇവരെല്ലാം പാടെ കൂടിയിട്ട് എന്നെ ചവിട്ടിയിട്ട് മൂലക്കലാക്കും. എനിക്ക് നാളെ ജനങ്ങളുടെ വിഷയം പറയണമെങ്കിൽ, കേരളത്തിൻ്റെ നിയമസഭയിൽ പറയണമെങ്കിൽ, ഈ പിണറായി സത്തെ തോൽപ്പിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി നിയമസഭയിലെത്തി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ എനിക്കൊരു സിറ്റിംഗ് സീറ്റ് വേണം എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു. മുമ്പ് എനിക്ക് വേണ്ടായിരുന്നു. കാരണം ഈ കാര്യങ്ങൾ പരിഗണിച്ച് ചെയ്യല്ലോ. 99 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. എത്രയാണ് വിന്നിങ് റേറ്റ്? 21 സീറ്റ്, 22 സീറ്റ്, 16-ലും 21-ലും കണക്കൊന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങൾ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ 75% സ്ഥാനാർത്ഥികളും 2 തെരഞ്ഞെടുപ്പിലും തോറ്റതാണ്. എനിക്ക് ആ തോറ്റ സീറ്റുകളിൽ പല സ്ഥലത്തും വിജയിപ്പിക്കാൻ കഴിയും. അതിന് പറ്റിയ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്, അതിനെതിരെ നിർത്താൻ പറ്റുന്ന ശേഷിയുള്ള പലരും എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ തോറ്റ 5 സീറ്റ് താ, ഒരു നിലക്കും നിങ്ങൾ വിജയിക്കാത്ത മലമ്പുഴ ഞാൻ ഏറ്റെടുക്കാം. ഞാൻ പറഞ്ഞു നോക്കി, തീരുമാനം വേണം. ഒന്നും തയ്യാറല്ല. അപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു, ഞാൻ വിട്ടു, നിങ്ങൾ എനിക്കൊരു സീറ്റ് പറ, ഒറ്റ സീറ്റ്, ബാക്കിയൊക്കെ വിട്, മറ്റേ ഘടകകക്ഷിയും വിട്, അസോസിയേറ്റ് എങ്കിൽ അസോസിയേറ്റ്. ഞാനത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ, ഞാനതിന് മൂളാനല്ല പറഞ്ഞത്. നിങ്ങളൊരു സീറ്റ് പറയാമെന്ന് പറഞ്ഞു. ഇവരെന്താണ് ഇവരുടെ മനസ്സിലെന്നറിയണല്ലോ. അപ്പോൾ പറയാ, നിങ്ങൾക്ക് എവിടെയും മത്സരിക്കാമല്ലോ, 140 സീറ്റില്ലേ, എവിടെയും മത്സരിക്കാമല്ലോ, അത് നമുക്ക് തീരുമാനിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു പറ്റില്ല, മുമ്പ് റെഡിയായിരുന്നു, ഇപ്പം പറ എനിക്ക് ഏത് സീറ്റ് തരും. മുസ്ലിം ലീഗ് സീറ്റ് തരേണ്ട കാര്യമില്ല, കോൺഗ്രസിൻ്റെ സീറ്റാണ് നിലമ്പൂർ, കോൺഗ്രസിനാണ് എൻ്റെ സീറ്റ് ഞാൻ കൊടുക്കുന്നത്.
അപ്പോൾ കോൺഗ്രസ്സാണല്ലോ തരേണ്ടത്. അത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അത് പറഞ്ഞപ്പോൾ എനിക്കത് ന്യായമാണെന്ന് തോന്നി. 100% ന്യായമല്ലേ ലീഗ് പറഞ്ഞത്. എൻ്റെ സീറ്റ് കൊടുക്കുന്നത്, ജനങ്ങൾ എനിക്ക് തന്ന സീറ്റ് കൊടുക്കുന്നത് ആർക്കാ? കോൺഗ്രസ്സിനാണ്. 99 സീറ്റിൽ ഇത്രയും സീറ്റുണ്ടല്ലോ. ഒരു സിറ്റിംഗ് സീറ്റ് കേരളത്തിൽ എവിടെയും പറയൂ. അപ്പോൾ എന്നോട് എന്താ പറയുക, വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ്, എന്നോട് സ്നേഹമുള്ള ആളാട്ടോ, പക്ഷേ അയാൾക്ക് നിർത്തിയിടുണ്ടോ. നിങ്ങൾക്ക് ബേപ്പൂരിൽ മത്സരിച്ചൂടെ? ബേപ്പൂരേ ആദ്യം പറഞ്ഞു മലമ്പുഴ മലയോര മേഖലയിൽ വലിയ വന്യമൃഗ പ്രശ്നം. ഇപ്പോൾ 2-3 ആളപ്പോൾ ഈ 3 ആഴ്ചനുള്ളിൽ ചവിട്ടിക്കൊന്ന സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ടോപ്പാണ്. അത് കഴിഞ്ഞ് ബേപ്പൂര് നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തിക്കോളൂ. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എവിടത്തേക്ക് അത് കൊണ്ടുപോകുന്നത്? കൊന്ന് കൊല വിളിക്കാനാണ് തീരുമാനം. മനസ്സിലായില്ലേ? ഒരൊറ്റ വ്യക്തിയാണ്, ഒരൊറ്റ വ്യക്തി. അല്ലാതെ UDFൻ്റെ ഒരു നേതാക്കന്മാർക്കും ഇതിലില്ല. ഈ പിണറായിസം തുടങ്ങി വെച്ചത് PV അൻവറാണ്. അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്ന് ബഹുമാനപ്പെട്ട KC എയർപോർട്ടിൽ പറഞ്ഞ ഞങ്ങൾ കേട്ടാണല്ലോ. അതൊന്നും മൂപ്പര് അംഗീകരിക്കില്ല. അപ്പോൾ ഞാൻ ഈ പോരാട്ടം ജനങ്ങളുടെ മുന്നിൽ തുടരും. പിന്നെ ഞാൻ മത്സരിക്കുന്നതാണ് അവൾക്ക് പേടി. ഞാൻ മത്സരിക്കുന്നില്ല. നിലമ്പൂരിൽ ഞാൻ മത്സരിക്കുന്നില്ല. മത്സരിക്കണമെങ്കിൽ പൈസ എത്ര വേണം? എത്ര കോടി വേണം? ആരവിടെ വരാൻ പോണത്? 97 MLA-മാരും മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാർ, ഓല MP-മാർ. UDFൻ്റെ 42 MLA-മാർ, അവരുടെ MP-മാർ, അവരുടെ സംവിധാനം. കോടികൾ ഇങ്ങനെ പൊടിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ. ചേലക്കര ഒരു ബൂത്തിൽ 4-5 ലക്ഷം ചിലവഴിക്കിയിരുന്നു. മരുമോൻ്റെ ഒരു സംഘടന വരും തിരുവനന്തപുരത്ത്, ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തു നിന്നും. ഇപ്പം തന്നെ എല്ലാ സ്ഥലത്തും ഓഫീസായിട്ടുണ്ടാവും. അതേപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ വേറൊരു സംഘടന വരും. ഇവരങ്ങോട്ട് ഇടിച്ച് തമർത്തിപ്പോവല്ലേ. ഒരു 3 ലക്ഷം മിനിമം ഒരു ബൂത്തിൽ ചിലവാക്കണമെങ്കിൽ കോടി എത്ര വേണം? കോടികൾ വേണം. അവർ 10 ലക്ഷം ചിലവാക്കാൻ. ഇപ്പോൾ ഈ നാഷണൽ ഹൈവേയിൽ തന്നെ 2000 കോടി പറഞ്ഞിട്ടാണല്ലോ ഇതിങ്ങനെ ഇടിഞ്ഞ് വീണത്. തിരിഞ്ഞു നോക്കാതെ. അത് അടിയിൽ കൂടെ വന്നോ മേലെ കൂടെ വന്നോ ദുബായി പോയിട്ട് ലാൻഡ് ചെയ്തോ ഒന്നും നമുക്കാർക്കും അറിയില്ല. ഒരു പ്രശ്നമില്ല. ഒറ്റ ദിവസം പ്രതിപക്ഷം അങ്ങനെ വന്നിട്ടാവും ഇടിഞ്ഞു വീണത് ശരിയല്ല കേട്ടോ. പിന്നെ ആരെയും കാണുന്നില്ല. ജനങ്ങളോ ഈ പറയുന്ന എന്താ പറയുക, കാസർഗോഡും കണ്ണൂരൊക്കെ റോഡ് പോയിട്ട് മലയിൽ കൂടെ കയറി ഇറങ്ങിയ ആൾക്കാർ. കാരണം പണ്ട് പോയിൻ്റെ റോഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നോക്കിയാൽ പടച്ചോനെ അതിൽ നല്ലത് മല കയറി ആളുകൾ നടക്കുന്നു പോലും ഇല്ല. വല്ല പ്രശ്നമുണ്ടോ? കോടികൾക്ക് എൻ്റെ കയ്യിലൊരു ചുക്കില്ല. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ അല്ല. ഞാൻ ആകെ കടക്കാരനെ പോലെ അപ്പോൾ കൂടിയ ഷറിങ്ങൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ TV വരുമ്പോൾ ഞാൻ അങ്ങനെ ചിരിക്കും. പടച്ചോനെ എന്തപ്പത്തിൻ്റെ കഥ. മനസ്സിലായോ? ഒരു പൈസ അല്ല. എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പാടെ കൂടിയിട്ട്. ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാണ് ഇത് തകർത്ത് ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത്. ഇപ്പം എത്ര കേസാറിയോ? റവന്യൂ കേസ് ഹൈക്കോടതിയിൽ പൂജ്യമാക്കി. 100 റുപ്യ വരുമാനം ഉണ്ടായിരുന്ന PV അൻവർ, 100 റുപ്യ വരുമാനമില്ല, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിനെ പൂജ്യത്തിലാക്കി. പലതും ജപ്തിൻ്റെ വക്കിലാണ്. നാളെ രാവിലെ ജപ്തി വരുമോ എനിക്കറിയില്ല. ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കുകയാണ്. നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം. PV അൻവറിനെ തകർക്കാം. എങ്ങനെയാണ് തകർന്നത്? ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് നടത്തിയ പോരാട്ടം അറിയോ നിങ്ങൾക്ക്? ഇവിടുത്തെ IPS ലോബി, ഇവിടുത്തെ IAS ലോബി, ഇവിടുത്തെ IFS ലോബി, ഇവിടുത്തെ RSS, കേന്ദ്ര ഗവൺമെൻറ്, LDFിലെ തന്നെ ചില ഘടകകക്ഷികളെ ചില ആളുകൾ, ഈ പറയുന്ന സംഘം, ഇവരൊക്കെ കൂടി ചേർന്ന് ഞെക്കി എന്നെ ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി. ഒരു 10,000 റുപ്യക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് അറിയോ നിങ്ങൾക്ക്? ഒരു ദിവസം 3 കുപ്പായിടുന്നവരാ. ഞാൻ ഈ ഷർട്ട് ഇന്നലെ ഇട്ട അറിയോ നിങ്ങൾക്ക്? ഇതിൽ അഴുക്കൊന്നും ആയിട്ടില്ല. ഒരു ഷർട്ട് മുണ്ട് ഇറക്കി കിട്ടണമെങ്കിൽ 60 റുപ്യ വേണം. അത് കോടികൾ PV അൻവറിൻ്റെ കയ്യിലുണ്ടായിരുന്നൊന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പം ആയതല്ല. അപ്പോൾ രാവിലെ ആ സ്ത്രീപ്പെട്ടി ഒന്നും ഇങ്ങനെ ആക്കിയാൽ ആ 60 റുപ്യ ഏതെങ്കിലും സാധുവിന് കൊടുക്കാമല്ലോ. കൊടുത്തൂടെ?
ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിലും ആ ക്ലാസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യില്ല. ഇവിടുന്ന് 12,000 റുപ്യ 15,000 റുപ്യ എടുത്ത് ദുബായിലെത്തും. ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ 30,000 40,000 കൊടുക്കണം 3-4 മണിക്കൂറിന്. ഞാൻ ആ സാധാരണക്കാരുടെ പോയി എനിക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല. ആ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധു വരുമ്പോൾ കൊടുക്കുക. ഏതായാലും ആകെ കടാ. അപ്പോൾ ഈ രാവിലെ ഈ വാതിൽ തുറക്കാൻ പേടിയാണ്. എനിക്കറിയാം മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാവും. എന്താണ് ഓരോ ദുരന്തമായിട്ട് വരിക. ഇപ്പോഴെന്താ PV അൻവർ ഭയങ്കര മലയാളിയല്ലേ? കടം വാങ്ങി സഹായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. വിത്തെടുത്ത് കുത്തി തിന്ന് വിത്തും കഴിഞ്ഞു. 1 ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിയും. അറിയാം ഇവരുണ്ടാക്കിയ കേസ് വരും മിച്ച ഭൂമി കേസ് 222 ഏക്കർ എന്നൊക്കെ നിങ്ങൾ കേൾക്കണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്താ വസ്തുത പടച്ചോനറിയാം. ഞാൻ അവിടെ വരേൽപ്പിക്കുക. അപ്പോൾ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ശേഷിയില്ല. ആഗ്രഹമുണ്ട്, ശേഷിയില്ല. അപ്പം ഞാൻ ഈ ജനങ്ങളോട് ഇപ്പം എന്താ പറഞ്ഞാൽ അൻവറിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ ഈ മുന്നണിയിൽ വന്നില്ലെങ്കിൽ അവസാനിക്കുന്നതാണ്. ഞാൻ പോലെ രാഷ്ട്രീയം കണ്ടിട്ടല്ല. ഭൂരിപക്ഷത്തെ കണ്ട് ഭയപ്പെടരുത്, നീ നീതിയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊടുത്ത് നിൽക്കും. ഞാൻ ഈ പച്ച പാവപ്പെട്ട സാധുക്കളെ കണ്ടിട്ടാ. അപ്പം മത്സരിക്കണം ഇതിനെ പോരാടണമെന്ന് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അതിൽ ഗതിയില്ലാത്തവർ വരെ പറഞ്ഞാൽ അൻവറാക്ക ഞാനൊരു 25,000 റുപ്യ ഉണ്ടായിത്തരാം, ഞാൻ 50,000 ഉണ്ടായിത്തരാം, ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് 2 ലക്ഷം ഉണ്ടായിത്തരാം. ആരായി പാവപ്പെട്ടേ ഈ തൊഴിലാളികൾ വന്നിട്ട് പറയാം. നിലമ്പൂരിൽ നിന്ന് വിളിക്കുകയാണ്, ഈ വാർഡിലെ കാര്യം ഞങ്ങളേറ്റ്, നിങ്ങൾ ഇങ്ങോട്ട് വരും വേണ്ട, പൈസയും തരണ്ട. മനസ്സിലായോ? അപ്പോൾ അതുപോലെ അറിയാം. ആർക്കറിയാം? 2 കൂട്ടർക്കും അറിയാം. അൻവറിൻ്റെ ബാങ്ക് ബാലൻസ് എന്താണ്, സ്ഥിതി എന്താണെന്നില്ല എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ തള്ളുകയാണ്. ഇവൻ ഒരു ചുക്കും ചെയ്യില്ല എന്ന് എനിക്കറിയാം. അത് 2ാമത്തെ ഭാഗം. അപ്പോൾ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വികലാംഗനാണ്, നിസ്സഹായനാണ്. ഈ 2 കൂട്ടരുടെയും കരാളഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയോല്. എന്നാലും ജീവനാണ് ഇപ്പോൾ ആകെ ബാക്കിയുള്ളത്. മനസ്സിലായി? വെറും ജീവൻ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ജീവൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പാവപ്പെട്ട മനുഷ്യന്മാരുമായിട്ട് ഞാനൊന്ന് ആലോചിച്ചോട്ടെ. അതുകൊണ്ട് ഇപ്പം ഇതാണ് സ്ഥിതി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ജനങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ എൻ്റെ അടുത്ത് 5 പൈസ ഇല്ല. മനസ്സിലായോ? എൻ്റെ കൂടെയുള്ള ഈ പാവപ്പെട്ട തൊഴിലാളികളാണ്. അപ്പം ടാപ്പിംഗ് തൊഴിലാളികളാണ് ഒരു വിഭാഗം വിളിച്ചത് വഴിക്കടവെന്ന്. അൻവറാക്ക 3 ബൂത്തിൻ്റെ കാര്യം ഞങ്ങളേറ്റ്. ഞങ്ങളെ കൂട്ടത്തിലെ 4 എണ്ണത്തിനെ പുലി കടിച്ചു എന്ന്, ആന ചവിട്ടിക്കൊന്ന്. ഒരു മനുഷ്യനുണ്ടായിട്ടില്ല. ഈ പറഞ്ഞ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല. നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും, ഓല് പോയിക്കോട്ടെ, ഞങ്ങൾ നിൽക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗതി. ഞാൻ എന്ത് ചെയ്യും? 100%. VD സതീശൻ മാത്രമല്ല, ആ VD സതീശന് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നിലൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. PV അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കയറ്റി കൊടുക്കാമെന്നും അതോടുകൂടി PV അൻവറിൻ്റെ രാഷ്ട്രീയം ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ വിവരം കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയും. ഞാനിനി ഇല്ല, UDF ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF ഞാനില്ല. പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കളെന്നെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ വരി, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട്. പക്ഷേ എനിക്ക് ശേഷിയില്ല. അതുപോലെ തീരുമാനിച്ചോട്ടെ. എൻ്റെ പ്രശ്നമല്ലല്ലോ. താങ്കളുടെ പ്രശ്നം ഇപ്പോൾ അതാണ്. ഈ വോട്ട് എന്താവുന്നില്ലേ? ഞാനീ പറഞ്ഞില്ലേ, പച്ച മലയാളത്തിലല്ലേ ഇതൊക്കെ പറഞ്ഞത്. ഞാൻ വീട്ടിലിരിക്കും. ഈ കൊലയിലുണ്ടാവും ഞാൻ, ഇല്ലെങ്കിൽ ആ അങ്ങാടിയിലുണ്ടാവും. അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല. എല്ലാ മുതലാളിമാരും അപ്പുറത്തല്ലേ. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ കൈവണ്ടി വലിക്കണോലും ഈ റോട്ടിൽ കച്ചവടം ചെയ്യുന്ന ഈ എന്താ പറയുക, അവരല്ലേ അന്നും ഇന്നും എൻ്റെ കൂടെ ഉള്ളൂ. ഓലെടുത്ത് എവിടെയാണ് പണം? ഒരു ജീവിതത്തിൽ 2 അറ്റം മുട്ടിക്കാണ്. ഇപ്പോൾ സകല നാട്ടിലും പനിയായി, മഴ തുടങ്ങിയിട്ട്. ഓൽക്കൊരു പാരാസെറ്റമോൾ വാങ്ങാൻ ശേഷിയില്ലാക്കുക. എനിക്ക് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോകാലോ. ഞാൻ ഒരു പൈസ ഈ ഗവൺമെൻറ്റിൽ നിന്ന് 9 കൊല്ലത്തിനടുക്ക് വാങ്ങിയിട്ടില്ല. ഒരു പാരാസെറ്റാമോൾ വാങ്ങാൻ PV അൻവർ വാങ്ങിയിട്ടില്ല. എനിക്കും കുടുംബം കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ വിമാനവും കപ്പലും എന്താ പറയുക
കോർപ്പറേറ്റുകളുമുള്ള MP-മാരും MLA-മാരും ഒക്കെ നാട്ടിലുണ്ടല്ലോ. ഓലൊക്കെ ചികിത്സയ്ക്ക് അമേരിക്കക്ക് പോവുക ഈ നാട്ടുകാരെ പൈസ വാങ്ങിയിട്ട്. അവിടെ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാകും. ഇപ്പം ഞാൻ ബേബി പോയി കിടന്നില്ലേ ഒരാഴ്ച മുമ്പ്, നിങ്ങൾക്കറിയാലോ. 77,000 റുപ്യ ഞാൻ ബില്ലടച്ചിട്ടാണ് പോകുന്നത്. ഞാൻ റീഇംബേഴ്സ്മെൻറ്റിന് ഇന്ന് വരെ വെല്ലുവിളിക്കുക വല്ല കൊണ്ടുവരട്ടെ കണക്കുണ്ടോന്ന്. മറ്റല്ലോ കാലിന് ചെറിയൊരു മുട്ടുവേദന ഉണ്ടായ അമേരിക്കയിൽ പോയിട്ട് പരിശോധിക്കണം അല്ലേ? ആരാ പോണ്? വിമാനമുണ്ട്, ഓന് കപ്പലുണ്ട്, സ്വന്തമായിട്ട് വിമാനത്തിൽ വേണമെങ്കിൽ പോവാം. അത് ഈ നാട്ടുകാരെ പൈസ വാങ്ങിയിട്ടാണ്. അതെന്നെ വ്യത്യാസം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഏത് മുതലാളി എൻ്റെ കൂടെ? അതിന് വേറെ തന്തൊക്കെ എനിക്കണം, വേറെ തന്തൊക്കെ എനിക്കണം. മനസ്സിലായില്ലേ? ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം പിണറായിസാണ്. അത് ഇവിടെ നിൽക്കുകയാണ്. ആ പിണറായിസത്തോട് കൂട്ടിക്കെട്ടിയിട്ട് എന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളുകൾക്കെതിരെയല്ലേ പോരാട്ടം ഇനി ഉണ്ടാവുക.